1966 ബോബി ഫിഷർ കളിച്ചൊരു മനോഹരമായൊരു ബ്ലിറ്റ്സ് ഗെയിം ഉണ്ടല്ലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ഫിഷറും ബെൻ ലാർസൺ എന്ന പ്ലെയറാണ്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അമേരിക്കയിൽ വെച്ചാണ് ഈ ഗെയിം നടന്നിരിക്കുന്നത് 1966. ഇവിടെ ഫിഷറാണ് വൈറ്റ് കളിക്കുന്നത്, ലാർസനാണ് ബ്ലാക്ക് കളിക്കുന്നത്. ഫിഷർ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള E4 വെച്ച് കളി തുടങ്ങുന്നു. നൈറ്റ് F6 ആലക്കൈൻ ഡിഫൻസ് ആയിട്ടാണ് ലാർസൺ വരുന്നത്. E5 വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് D5 D4 D6 ആ സെൻറ്ററിലുള്ള പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. നൈറ്റ് F3 സപ്പോർട്ട് ചെയ്യുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് ടേക്സ് E5 നൈറ്റ് D7. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കുറച്ച് പാസീവായിട്ട് കളിക്കുമെന്നൊക്കെ വിചാരിക്കാം. കാരണം അടുത്ത മൂവിൽ C5 കളിച്ചൊരു സ്ലോ പ്ലാനാണ് ഇവിടെ ലാർസൺ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫിഷർ ഈ ഒരു മൂവിൽ തന്നെ ഫിഷറിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സ്ലോ പ്ലാൻ വരെ വന്നു കഴിഞ്ഞാൽ ഫിഷർ അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഈ ഒരു പൊസിഷനിൽ നിങ്ങളാണ് വൈറ്റ് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? നിങ്ങളൊന്ന് ഈ ഒരു പൊസിഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും? ഇവിടെ ഒരു പക്ഷേ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുമോ, അതും അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുമോ? എന്ത് മൂവ് ചെയ്യും? ഓക്കെ, എന്തായാലും ഫിഷർ കളിച്ച മൂവ് നൈറ്റ് ടേക്സ് F7 ആണ്. അപ്പോൾ നൈറ്റ് ടേക്സ് F7 ഭയങ്കര ഒരു ഫോഴ്സിങ് മൂവാണ്. കാരണം ഇവിടെ ബ്ലാക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ക്യൂൻ നഷ്ടപ്പെടും. പിന്നെ കളിച്ചിട്ട് തന്നെ കാര്യമില്ല. ക്യൂവിനെ റൂക്കിനെ ഒരേ സമയം അറ്റാക്ക് ചെയ്യണം. ക്യൂവിന് പോകാനുള്ള സ്ക്വയറും കൂടെ ഈ നൈറ്റ് ഇടയിൽ വന്നുകൊണ്ട് അടച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കിങ് ടേക്സ് F7 ഫോഴ്സ്ഡ് ആണ്. ക്യൂൻ H5 ചെക്ക്. ഇവിടെ വേണമെങ്കിൽ G6 കളിക്കാം, അല്ലെങ്കിൽ കിങ്ങിനെ വീണ്ടും പുറകോട്ട് ഇവിടെ മുമ്പോട്ട് വന്നിട്ട് നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ആ കൊടുത്ത നൈറ്റ് നേരെ തിരിച്ചു കൊടുക്കുന്നത് അത്ര ബ്ലാക്കിന് അത്ര അനുയോജ്യമല്ല. ഒരു ഉദാഹരണത്തിന് G6 കളിച്ചു കഴിഞ്ഞാൽ ക്യൂൻ ടേക്സ് D5 ചെക്ക്, E6 ക്യൂൻ F3 ചെക്ക്, നൈറ്റ് F6 വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ബിഷപ്പ് E3. ഇവിടെ ശ്രദ്ധിച്ച മനസ്സിലാവും ബ്ലാക്കിൻ്റെ കിങ് ഓൾറെഡി ഒരു സെൻറ്റർ പൊസിഷനിലാണ്. എന്നാൽ വൈറ്റിന് ഈസി ഡെവലപ്മെൻറ്റ് ഉണ്ട്. പോൺ വീക്ക്നെസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തു. D4 വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ വൈറ്റ് ഈ പൊസിഷനിൽ വളരെയധികം ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂൻ H5 ചെക്കിന് ശേഷം G6 പോകുന്നില്ല. അതിനു പകരം ഈ ഒരു നൈറ്റിലേക്ക് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് കിങ് E6 കളിക്കുകയാണ്. ക്യൂൻ G4 ചെക്ക്, കിങ് F7, ക്യൂൻ H5 ചെക്ക്, കിങ് E6, ക്യൂൻ G4 ചെക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കാണുമ്പോൾ മനസ്സിലാക്കി ഇതെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെക്കിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല, ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ലാർസൺ ഇവിടെ ഫിഷർ ഡ്രോയ്ക്ക് വേണ്ടി കളിക്കുകയാണോ, താൻ നടത്തിയത് ഒരു സാക്രിഫൈസ് ആണോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെക്സ് കളിക്കുന്നത്. പക്ഷേ മൂന്നാമതൊരു ചെക്കിന് അനുവദിക്കുന്നതിന് മുമ്പ് ലാർസൺ കിങ് D6 കളിക്കുന്നു. ഫിഷർ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. പോൺ C4 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് F6. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ നൈറ്റിനെ രക്ഷിക്കുന്നതിന് പകരം നൈറ്റ് ഇങ്ങോട്ട് മാറിയിട്ട് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്തു. ബിഷപ്പും വെച്ച് അറ്റാക്ക് ചെയ്യുന്നു, നൈറ്റും വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ക്യൂൻ G3 ചെക്ക്, കിങ് മാറുന്നു. ഇനിയാണ് ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നത്. ഇവിടെ ക്യൂൻ ടേക്സ് D5, നൈറ്റ് C3. മറ്റൊരു പോണും കൂടെ ഇവിടെ വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോണിനെ എടുക്കുകയാണ് ലാർസൺ. അപ്പോൾ കൂടുതൽ എന്തായാലും കിങ് സെൻറ്ററിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി വന്നിട്ട് പരമാവധി എൻ ഗെയിമിലേക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഫിഷറിൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ബിഷപ്പ് E3. ഈ ബിഷപ്പ് E3 ഇവിടെ കളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരവസരം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പാസീവ് മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ചെക്ക് വന്നിട്ട് ക്യൂൺ ട്രേഡ് ഇവിടെ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് ടു E3 കളിക്കുന്നത്. ക്യൂൻ B4 വന്ന് B2നെ അറ്റാക്ക് ചെയ്യുന്നു. ഫിഷർ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. A3 കളിച്ചിട്ട് ആ പോണിനെയും കൂടെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ ക്യൂൻ വന്ന് പോണിനെ എടുക്കുമ്പോൾ ബിഷപ്പ് C4 ചെക്ക്. അപ്പോൾ ഓരോ പീസുകളും ഇങ്ങനെ എല്ലാ പീസുകളും ഫിഷറിനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് C4 ചെക്ക്. ഇനി വളരെ ലിമിറ്റഡ് മൂവ്സ് ഉള്ളൂ കിങ്ങിന്. കിങ് D7, റൂക്കിനെയും കൂടെ ഓപ്പൺ ഫയലിലേക്ക് വന്നു. റൂക്ക് D1 ചെക്ക്, കിങ് E8, നൈറ്റ് B5. ഈ പൊസിഷനിൽ ലാർസൺ റിസൈൻ ചെയ്യാണ്. കാരണം എന്താണ്, ഇവിടെ എന്ത് ചെയ്താലും നൈറ്റ് C7 സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല റൂക്ക് ആ ഓപ്പൺ ഫയലിൽ നിൽക്കണം. വേണമെങ്കിൽ ക്യൂവിന് ഇവിടെ കൊടുക്കാം, പക്ഷേ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ് ഫിഷറിന്. അതുകൊണ്ട് ലാർസൺ ഇവിടെ റിസൈൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.